വിശദമായ വാർത്തയിലേക്കാണ്. വി.ഡി. സതീശൻ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ മുഴുവൻ പേരുകളും ഇന്ന് പ്രഖ്യാപിക്കും. കൂടുതൽ ചർച്ചകൾക്കായി യു.ഡി.എഫ് യോഗവും ആരംഭിച്ചു. ഓരോ അംഗങ്ങൾ മാത്രമുള്ള ഘടകകക്ഷികൾക്ക് ടൈം വ്യവസ്ഥയും ആലോചനയിലുണ്ട്. രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളും തുടരുകയാണ്. ആന്റണി ജിസ്റ്റോർജ് ഉണ്ട് വിവരങ്ങളുമായി. ആന്റണി, എന്നാലും മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ മുഴുവൻ പേരുകളും ഇന്ന് തന്നെ പ്രഖ്യാപിക്കുമെന്നുള്ള ഒരു സൂചനയായിരുന്നു സണ്ണി ജോസഫ് അടക്കം നൽകിയത്. അങ്ങനെയാണെങ്കിൽ എപ്പോഴേക്കായിരിക്കും ആ ഒരു പ്രഖ്യാപനം ഉണ്ടാവുക? ചെന്നിത്തലയെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളും തുടരുന്ന സാഹചര്യമാണ്. തീർച്ചയായും അവിടെ ചർച്ചകൾ തുടരുകയാണ്. ഓരോ ഘടകകക്ഷികളുമായി ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ചർച്ചകളാണ് രാവിലെ മുതൽ കന്റോൺമെന്റ് ഹൗസിൽ നടക്കുന്നത്. ഇനിയിപ്പോൾ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികളുമായുള്ള ചർച്ചകൾ ഉടൻ തന്നെ നടക്കും. ഏതായാലും മുസ്ലിം ലീഗ് 5 മന്ത്രിമാർ വേണമെന്നുള്ള തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇക്കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. അതുപോലെ തന്നെ ജോസഫ് വിഭാഗവും 2 മന്ത്രിസ്ഥാനം വേണം എന്നുള്ളതാണ് അവരുടെയും ആവശ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ടേം വ്യവസ്ഥയിൽ താല്പര്യമില്ല എന്ന് ഈ ഒരു MLA-മാരുള്ള ചില MLA-മാർ കൂടി പാർട്ടികളും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇക്കാര്യങ്ങളിലെല്ലാം വിശദമായി തന്നെ ഓരോ ഘടകകക്ഷികളുമായി ചർച്ച നടത്തി ഇന്ന് തന്നെ തീരുമാനമെടുക്കാനുള്ള ഒരു നീക്കമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നേരത്തെ പാണക്കാട് ഹാളിൽ, തിരുവനന്തപുരത്ത് പാണക്കാട് ഹാളിൽ നേരത്തെ മുസ്ലിം ലീഗിന്റെ ഒരു നേതൃയോഗം നടന്നിരുന്നു. ഈ ഘട്ടത്തിൽ അവിടെ വി.ഡി. സതീശൻ നേരിട്ടെത്തി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഇനിയിപ്പോൾ നേതൃയോഗം അവിടെ അല്ലെങ്കിൽ ഉഭയകക്ഷി ചർച്ച നടക്കാൻ പോകുന്നത്. രാവിലെ ജോസഫ് വിഭാഗവുമായി ഉഭയകക്ഷി ചർച്ച ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഉച്ചയ്ക്ക് ശേഷം ആ ചർച്ച മാറ്റിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ RSP അടക്കമുള്ള പാർട്ടികളുമായും ഈ കോൺഗ്രസിന്റെ ഉഭയകക്ഷി ചർച്ച നടത്തും. ഏതായാലും ഈ ലീഗ് നിലവിൽ കോൺഗ്രസിന് 11 മന്ത്രിസ്ഥാനം അതുപോലെ തന്നെ സ്പീക്കർ സ്ഥാനം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ധാരണ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു തീരുമാനം എന്ന് പറയുന്നത്. അതേസമയം ഈ 5 മന്ത്രിസ്ഥാനം ലീഗ് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകാമെന്നാണ്, 4 മന്ത്രിസ്ഥാനവും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും നൽകാമെന്നാണ് ഈ കോൺഗ്രസ് പറയുന്നത്. പക്ഷേ 5 മന്ത്രിസ്ഥാനം വേണമെന്നുള്ള നിലപാടിൽ തന്നെ ലീഗ് നിൽക്കുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും ഒരു അനുനയത്തിന്റെ ഭാഗം ഉണ്ടാകുമോ എന്നാണ് നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. മറ്റൊന്നുള്ളത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ്. ജോസഫിന് ഇത്തവണ 2 മന്ത്രിസ്ഥാനം വേണമെന്നുള്ളതാണ് ജോസഫ് വിഭാഗവും ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഒരു മന്ത്രിസ്ഥാനമേ നൽകാൻ കഴിയൂ എന്നുള്ളൊരു കാര്യവും കൂടിയുണ്ട്. അതുപോലെ തന്നെ വകുപ്പുകളുടെ കാര്യത്തിലും ഈ ലീഗിനെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില സംഘടനകൾ UDF-നുള്ളിൽ ഈ കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള കോൺഗ്രസ് അനുകൂല സംഘടനകളൊക്കെ ഈ വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ നേരത്തെ ലീഗ് ഇതുമായി ബന്ധപ്പെട്ട് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സംസാരിച്ചപ്പോൾ അത്തരമൊരു തീരുമാനമില്ല. നിലവിൽ ഏതൊക്കെ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ കഴിഞ്ഞ മന്ത്രിസഭകളിൽ ഏതൊക്കെ വകുപ്പുകൾ ലീഗ് കൈകാര്യം ചെയ്തിരുന്നത് അതെല്ലാം അതേപോലെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് അവരുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. മാത്രമല്ല നേരത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒറ്റ വകുപ്പായിരുന്നു. ഇപ്പോൾ പക്ഷേ കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലം മുതൽ വിദ്യാഭ്യാസം 2 വകുപ്പുകളാണ്. ഒന്ന് ഉന്നത വിദ്യാഭ്യാസവും ഒന്ന് വിദ്യാഭ്യാസവുമാണ്, അങ്ങനെ പൊതുവിദ്യാഭ്യാസവുമാണ്. അപ്പോൾ ഈ 2 വകുപ്പും ഒരാൾക്ക് തന്നെ കിട്ടുമോ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അതിന്റെ വിഭജനം, ഇനി അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ജോസഫ് വിഭാഗവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് അവരും ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ജലവിഭവ വകുപ്പൊക്കെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന ജോസഫ് വിഭാഗമാണ്. അപ്പോൾ കൂടുതൽ പ്രാധാന്യമുള്ള വകുപ്പ് വേണം എന്നുള്ളതാണ് ജോസഫ് വിഭാഗത്തിന്റെ ആവശ്യവും. RSP ഇക്കാര്യത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഫിഷറീസ് വകുപ്പിന് മാറ്റി മറ്റൊരു വകുപ്പ് വേണമെന്നുള്ളതാണ് അവരുടെയും ആവശ്യമെന്ന് പറയുന്നത്. CP ജോൺ നേരത്തെ തന്നെ തുറമുഖ വകുപ്പ് വേണമെന്നൊരാവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ ആ ആവശ്യം കൂടി പരിഗണിക്കുമോ അല്ലെങ്കിൽ അത് ടേം വ്യവസ്ഥയിലേക്ക് മാറുമോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. CP ജോൺ അതുപോലെ തന്നെ മാണി C കാപ്പൻ അടക്കമുള്ള ഒറ്റ MLA-മാരുള്ള പാർട്ടികളുണ്ട്. അവർക്ക് അതിങ്ങനെ ടേം വ്യവസ്ഥയിൽ അന്ന് 2.5 വർഷം വീതം ഓരോ വകുപ്പുകൾ മാറി നൽകുമോ എന്നുള്ള കാര്യത്തിലുമൊക്കെ ഒരു ധാരണയാകേണ്ടതുണ്ട്. അത്തരത്തിലൊരു ടേം വ്യവസ്ഥ നൽകണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് ഒരു നിർദ്ദേശമായി KPCC-യിൽ നിന്ന് നൽകിയിരിക്കുന്നത്. അത് ഇവർ അംഗീകരിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഏതായാലും ഇന്നത്തെ കൊണ്ട് തന്നെ ഈ ചർച്ചകളൊക്കെ പൂർത്തിയാക്കി മന്ത്രിമാരുടെയും വകുപ്പുകളുടെയും കാര്യത്തിൽ ഒരു ധാരണയിലെത്തി നാളെ ഉച്ചയോടുകൂടി തന്നെ ഗവർണർക്ക് ഈ പട്ടിക, മന്ത്രിമാരുടെ പട്ടിക, തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രിമാരുടെ പട്ടിക കൈമാറാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. അതിനിടയിലാണ് ഈ രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു അനിശ്ചിതത്വം നിൽക്കുന്നത്. രമേശ് ചെന്നിത്തലയെ ഇന്നും ഇപ്പോൾ വി.ഡി. സതീശൻ പോയി കാണുകയും ചെയ്തിരുന്നു. കണ്ട് അനുനയത്തിനുള്ള നീക്കങ്ങളൊക്കെ രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിൽ നടത്തുകയും ചെയ്തിരുന്നു.
രമേശ് ചെന്നിത്തല അതിന് വഴങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ആഭ്യന്തര വകുപ്പ് വിട്ടു നൽകാം എന്നുള്ളൊരു കാര്യം വി.ഡി. സതീശൻ ചെന്നിത്തലയെ അറിയിച്ചതായുള്ള സൂചനകളുണ്ട്. അങ്ങനെയെങ്കിൽ മന്ത്രിസഭയിലേക്ക് ചെന്നിത്തല എത്തിയേക്കും. അതുപോലെ തന്നെ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട് ചെന്നിത്തല ഒരു 4 പേരുടെ പട്ടിക കൂടി നൽകിയിട്ടുണ്ട്. അതിൽ ഈ ജ്യോതികുമാർ ചാമക്കാല, അൻവർ സാദത്ത്, IC ബാലകൃഷ്ണൻ അടക്കമുള്ളവരുടെ പട്ടികയാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ നിന്നുള്ളവരെ കൂടി പരിഗണിക്കണമെന്നൊരാവശ്യം കൂടി രമേശ് ചെന്നിത്തല മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ ഇന്ന് തന്നെ തീരുമാനമാകും. ഏതായാലും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അത്തരത്തിൽ കൂടിക്കാഴ്ചകളൊക്കെ തുടരുകയാണ് തിരുവനന്തപുരത്ത്. ശരി, വ്യക്തമാണ്. ആന്റണി ജിസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്.